സാർ ഇപ്പം ഹൗസ് ബിൽഡിംഗ് പ്രോസസ്സിങ്ങിന് നമ്മൾ പാർട്ട് മൊഡ്യൂളിലെ ഒത്തിരി കുട്ടികളെ കാണുന്നു. ഇപ്പോൾ 2 മൊഡ്യൂൾ 3 മൊഡ്യൂളൊക്കെ എഴുതിയിട്ട് അവരവിടെ നിർത്തുകയാണ്. അതായത് 4 മൊഡ്യൂൾ ആക്കുന്നതിനെക്കുറിച്ച് പലരും ചിന്തിക്കുന്നില്ല. അപ്പോൾ അവരെ ഒരു പരിധി വരെ ഞാൻ ബ്ലെയിം ചെയ്യുകയല്ല, കാരണം അവർ കുറേ എഫേർട്ട് ഇട്ട് 1, 2, 3 പ്രാവശ്യമൊക്കെ എഴുതി കിട്ടിയില്ല. അപ്പോൾ ഒരു ഡെസ്പറേഷനിലും ഒരു ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ഒരു സപ്പോർട്ട് കിട്ടാത്ത, മോട്ടിവേഷൻ ഇല്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പം അവർ എന്താണ് ചെയ്യേണ്ടത്? അതായത് അവർ 2 മൊഡ്യൂൾ 3 മൊഡ്യൂൾ എത്തി അവിടെ ഡ്രോപ്പ് ചെയ്ത് പോകുന്ന കുറേ ആളുകളുണ്ട്, അല്ലെങ്കിൽ മുമ്പോട്ട് ചിന്തിക്കാത്ത ആളുകളുണ്ട്. അവരോട് എന്താണ് സാറിന് പറയാനുള്ളത്? ഒന്നാമതായിട്ട് നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ അതിനെ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമായി മനസ്സിൽ ചിന്തിച്ച് വേണം പഠിക്കാനായിട്ട്. അതായത് നമ്മൾ ജർമ്മനി പോയി സംസാരിക്കാനും കേട്ട് മനസ്സിലാക്കാനും എഴുതാനും ഒക്കെ കഴിയുന്ന വിധത്തിലേക്ക് നമ്മളെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ജർമ്മൻ ലാംഗ്വേജ് പഠനം എന്ന് പറയുന്നത്. അപ്പം പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ അതിനുവേണ്ടി താല്പര്യപൂർവ്വം ആ വിധത്തിൽ നിങ്ങളെ ടേൺ ചെയ്ത് പഠിക്കാനാണ് ഒന്നാമതായിട്ട് ശ്രമിക്കേണ്ടത്. പാർഷ്യൽ മൊഡ്യൂളിൽ നിൽക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഒരു കാരണവശാലും മോട്ടിവേഷൻ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. കാരണം വൺസ് നിങ്ങളിത് ക്രാക്ക് ചെയ്താൽ നിങ്ങളുടെ ജീവിതം വളരെ ഉയരത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാനുള്ള എല്ലാ അവസരവുമുണ്ട്. നിങ്ങളുടെ മാത്രമല്ല, നിങ്ങളുടെ മാതാപിതാക്കളുടെ, നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ ആളുകളുടെയും ജീവിതത്തിനെ ഉയരത്തിലേക്ക് കൊണ്ടുവരാൻ ഈ പ്രോഗ്രാം നിങ്ങളെ സഹായിക്കും. അപ്പം 2 മൊഡ്യൂൾ വരെ എത്തിയ ഒരാൾക്ക് 50% വിജയിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 50% പരാജയപ്പെട്ടു എന്നല്ല മനസ്സിലാക്കേണ്ടത്. ബാക്കി 2 മൊഡ്യൂൾ കൂടി എങ്ങനെയെങ്കിലും എഴുതിയെടുക്കാൻ വേണ്ടി ചിന്തിക്കുകയാണ് വേണ്ടത്. ഇതിന് പേരൻസിൻ്റെ സപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് വിദ്യാർത്ഥികൾ പലപ്പോഴും പാതി വഴി എത്തി സ്റ്റക്കായി നിൽക്കുന്ന അവസരത്തിൽ അവരെ നിരുത്സാഹപ്പെടുത്തുകയോ അവരെ വഴക്കു പറയുകയോ ചെയ്യാതെ അവർക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് പലപ്പോഴും മാതാപിതാക്കൾ ചെയ്യേണ്ടത്. നമുക്ക് പല ആളുകളുടെ അനുഭവങ്ങൾ നമുക്കറിയാം. ജർമ്മൻ ലാംഗ്വേജ് ആദ്യത്തെ പ്രാവശ്യം പരീക്ഷ എഴുതി 4 മൊഡ്യൂളും പരാജയപ്പെട്ട്, രണ്ടാമത് പരീക്ഷ എഴുതി 4 മൊഡ്യൂളും പരാജയപ്പെട്ട്, മൂന്നാമത് പരീക്ഷ എഴുതി 2 മൊഡ്യൂൾ പാസ്സായി, 4ാമത് പരീക്ഷ എഴുതി ബാക്കി 2 മൊഡ്യൂളും പാസ്സായി ജർമ്മനി പോയ വിദ്യാർത്ഥികളെ നമുക്കറിയാം. അപ്പോൾ ആ കുട്ടിയോട് ചോദിച്ചപ്പം ആ കുട്ടിയുടെ മാതാപിതാക്കളുടെ സപ്പോർട്ട് കൊണ്ടാണ് വീണ്ടും വീണ്ടും പരീക്ഷ എഴുതി പാസ്സാവാനുള്ള അവസരമുണ്ടായത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും വിധത്തിൽ പാർഷ്യൽ മൊഡ്യൂളിൽ നിൽക്കുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, ഒന്നുകിൽ നിങ്ങൾ സ്വയം മോട്ടിവേറ്റഡ് ആയിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ലാംഗ്വേജ് പഠിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എഡ്യൂഫ്ലെയറിൻ്റെ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സുകളുണ്ട്. ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് പങ്കെടുത്ത് പഠിച്ച് നിങ്ങൾക്ക് പരീക്ഷ ക്രാക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇതിനെ നിങ്ങളൊരു അവസരമായി എടുക്കുക. ഒരു കാരണവശാലും നിരാശാബോധമോ അതുപോലെ തന്നെ നിങ്ങളുടെ മോട്ടിവേഷൻ നഷ്ടപ്പെടുകയോ ചെയ്യാതെ വാശിയോടുകൂടി പഠിച്ച് ക്രാക്ക് ചെയ്ത് ജർമ്മനി പോകാൻ വേണ്ടി ശ്രമിക്കുക.